നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളായിത്തീരുന്ന ഒരു മേഖല ഡയബറ്റിക് എന്ന് പറയുന്ന ഒരസുഖം കൊണ്ടാണ്. ഇത് പഴയ കാലത്ത് ഒരുപാട് പ്രായമൊക്കെ ആകുമ്പോഴായിരുന്നു മനുഷ്യർക്ക് ഡയബറ്റിക്കൊക്കെ വരുന്നത്. എന്നാൽ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കും ഡയബറ്റിക് വരും, യൗവനക്കാർക്കും ഡയബറ്റിക് വരും. അതുപോലെ 40 വയസ്സ് 50 വയസ്സ് അതിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഒക്കെ ഇപ്പോൾ ഡയബറ്റിക് ഒരു വലിയ പ്രോബ്ലമായിട്ട് മാറിയിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ ഇത്രയും അധികം ആളുകൾ ഈ ഡയബറ്റിക് പേഷ്യൻസായിട്ട് മാറുന്നു? അതിൻ്റെ കാരണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിത ശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ആവശ്യമായ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വർദ്ധിപ്പിക്കുന്ന നമ്മുടെ സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം. എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആധികാരികമായിട്ട് ഇത് അറിയാവുന്ന ഒരാൾ നമുക്കിതിനെക്കുറിച്ച് പറഞ്ഞു തരണം. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ആധികാരികമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുവാനും അവബോധം തരുവാനും കഴിവുള്ള ഡോക്ടർ ഇന്ദു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കുണ്ടാകുന്ന ഡയബറ്റിക്കിനെ കുറിച്ചും അതിൽ നിന്ന് എപ്രകാരം വിടുതൽ ലഭിക്കാൻ നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ആധികാരികമായിട്ട് ഡോക്ടർ ഇന്ദു ഇന്ന് നമ്മളോട് സംസാരിക്കും. വളരെ സന്തോഷത്തോടുകൂടെ ഡോക്ടർ ഇന്ദുവിനെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, നമ്മുടെ കേരളത്തിൽ ചില അസുഖങ്ങൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് രോഗമാണോ അല്ലയെന്ന് എനിക്കറിയത്തില്ല. ഡയബറ്റിക് എന്ന് പറയുന്ന ഒരവസ്ഥ ഇപ്പോൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നു. അത് കൊച്ചുകുട്ടികളിലും ചിലയിടത്ത് ഡയബറ്റിക് കാണുന്നുണ്ട്. പ്രായമാകുന്ന ആൾക്കാർ ഏകദേശം ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ ഒരു നല്ല പങ്ക് ആളുകൾ ഡയബറ്റിക്കായിട്ട് മാറുന്നുണ്ട്. ഈ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അതിൻ്റെ അർത്ഥം? എന്നാ അതൊന്ന് ഡോക്ടർ വ്യക്തമാക്കി തരാമോ? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ പാൻക്രിയാസ് എന്നൊരു ഗ്രന്ഥി ഈ ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഇൻസുലിൻ ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്തെന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽസ്, പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ കൂടുന്ന അവസ്ഥയെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തി. ചില ആളുകളിൽ അത് 2 തരം ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുതലും കുട്ടികളിലും ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലാണ് കൂടുതലും കാണുന്നത്. അവരിൽ സംഭവിക്കുന്നത് ഈ ആൻറ്റൈബോഡി പാൻക്രിയാസിലെ കോശങ്ങളെ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇൻസുലിൻ അത് ജന്മനാ ഉണ്ടാകുന്നതാണോ അതോ ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണോ? ജന്മന ഉണ്ടാകുന്ന അവസ്ഥകളും ഉണ്ട്. എങ്കിലും കൂടുതലും ഇപ്പോൾ ഒരു വൈറൽ പനി അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷന് ശേഷം ഈ ആൻറ്റൈബോഡീസ് എന്തുകൊണ്ടോ അവരുടെ പ്രവർത്തനം കൂടുകയും ഈ പാൻക്രിയാസിൻ്റെ സെൽസിനെ, കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ കുറവ് വരുന്നത് കൊണ്ട് ഭക്ഷണത്തിന് ശേഷം അല്ലാത്ത സമയത്തെ ബ്ലഡ് ഷുഗറിന് കൺട്രോൾ ഇല്ലാതെ കൂടുന്നു. അത് കാരണം ഷുഗർ അളവ് കൂടുകയും 300-400 എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൂടുകയും, അതുകൂടാതെ നമ്മുടെ ബോഡിയിലെ ആസിഡ് സ്റ്റേറ്റ് കീറ്റോൺസ് എന്നൊരു തരത്തിലുള്ളത് കൂടുകയും ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ കൂടുതലും ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ ഈ കുട്ടികളിൽ ഇത് കണ്ടുപിടിക്കുകയും ഇൻസുലിൻ ആയിട്ട് നമ്മൾ ഹോർമോൺ കൊടുക്കുകയും ഇവരുടെ ഷുഗർ നോർമലൈസ് ചെയ്യുകയുമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കൂടുതലും കാണപ്പെടുന്ന അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇത് മുതിർന്നവരിലാണ് കൂടുതലും വരുന്നത്. ഇതിൻ്റെ കാരണം കൂടുതലും ജീവിതശൈലി, അതായത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പം എൻജിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും ഡോക്ടർമാരുടെ ഫീൽഡിലാണെങ്കിലും ഏതൊരു ഫീൽഡിലും കൂടുതലും ഡെസ്ക് ജോബ്സ് ആണ്.
കൂടുതൽ സമയം ഇരിക്കുക, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുക എന്നുള്ളതാകുമ്പോൾ വെയിറ്റ് കൺട്രോൾ ഇല്ലാതെയാകുന്നു. ഭക്ഷണ രീതിക്കും പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഹൈ ഫാറ്റ് ഡയറ്റിലോട്ട്, ഫാസ്റ്റ് ഫുഡിലോട്ട് നമ്മൾ അധികമായിട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വണ്ണം കൂടും തോറും നമ്മളുടെ പാൻക്രിയാസ് കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വണ്ണം കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ ആവശ്യത്തിന് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ കോശങ്ങൾക്ക് അത് ഏറ്റെടുക്കാനുള്ള കഴിവ് കുറയുന്നു. ആ സമയത്താണ് ടൈപ്പ് 2 ഡയബറ്റീസ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. ഒന്നിനകത്ത് ഇൻസുലിൻ ഹോർമോൺ ഇല്ലായ്മയും മറ്റേ ടൈപ്പ് 2 ഡയബറ്റീസിനകത്ത് ഇൻസുലിൻ ഹോർമോൺ ഉണ്ട്, എന്നാൽ അത് ഏറ്റെടുക്കാനുള്ള ശേഷി കോശങ്ങൾക്ക് നശിക്കുകയും ചെയ്യുകയാണ്. രണ്ടും രണ്ട് തരമാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ നമ്പർ കൂട്ടാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശരീരത്തിന് ആവശ്യമായ എക്സസൈസ് കൊടുക്കാതിരിക്കുക, നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ, ഇത് രണ്ടുമാണ് ഡോക്ടർ പ്രധാനമായിട്ട് എടുത്തു പറയും. ജീവിതശൈലിയിലെ മറ്റെന്തെങ്കിലും ഇതിന് കോൺട്രിബ്യൂട്ടറി ഫാക്ടറായിട്ടുണ്ടോ? അധികമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഫാക്ടർ സ്ട്രെസ്സാണ്. കാരണം സ്ട്രെസ്, വർക്ക് സ്ട്രെസ് ആയിരിക്കാം, ഫാമിലി സ്ട്രെസ് ആയിരിക്കാം. ഇത് കൂടുന്തോറും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റിലുള്ള നമ്മളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് പോകുന്നു, അല്ലെ ഡയറ്റിൽ നമ്മൾ കൺട്രോൾ പോകുന്നു. ഡയറ്ററി പല യങ്സ്റ്റേഴ്സ് യൂഷ്വലി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെ കഴിക്കുന്ന സമയത്ത് ആവശ്യത്തിൽ അധികമായിട്ട് കഴിക്കുന്നു. എക്സസൈസ് ഇല്ലായ്മ, അപ്പോൾ സ്ട്രെസ്, വർക്ക് സ്ട്രെസ്, ബോത്ത് ലൈഫ് സ്റ്റൈലിലെ, അതായത് ഭക്ഷണ രീതിയെയും എക്സസൈസ് ഇല്ലായ്മയും ബാധിക്കുന്നുണ്ട്. ഉറക്കമില്ലായ്മ, പല പേഷ്യൻസും എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ രീതി ചോദിക്കുമ്പോൾ രാത്രികളിൽ വർക്ക് ചെയ്യുകയും അവർ പകൽ സമയത്താണ് അവരുടെ ഉറക്കുകയും ചെയ്യുന്നത്. അതും അധികമായിട്ട് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടറാണ് ലൈഫ് സ്റ്റൈലായിട്ടുണ്ടാകുന്നത്. അതായത് സമയത്തിന് നമ്മൾ ഉറങ്ങുകയും റെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട്, എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട്, സ്ട്രെസ്സ് നമുക്ക് വർദ്ധിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ട് മാറ്റുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞതല്ലേ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ ഒക്കുമോ? ഈ വർക്ക് സ്ട്രെസ് ഇല്ലാതിരിക്കാൻ ഒക്കുന്നൊരു കാലമാണോ ഉള്ളത്? ഇപ്പം നമുക്ക് പണ്ട് വൈകിട്ട് കിടന്ന് ഉറങ്ങിയതുപോലെ ഇപ്പോൾ ഉറങ്ങാൻ ഒക്കുകയില്ല. ഈ പലരുടെയും ഡ്യൂട്ടി രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ പകൽ പലപ്പോഴും ചില സമയം കിടന്നവർ ഉറങ്ങുന്നത്. ഭക്ഷണം ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത് ഈ റെഡിമെയ്ഡ് ഫുഡുകളൊക്കെയാണ്. അതിപ്പം ഹോട്ടലിൽ പോകാതെയും വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നൊക്കെ അവർ കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഒക്കുന്ന സംഗതിയാണോ? തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മുടെ ഒരു ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. പലരുടെയും ചിന്താഗതി എന്ന് വെച്ചാൽ ചെറുപ്പമല്ലേ, എന്തും കഴിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ജീവിതശൈലിയും ഓക്കെ ആണെന്നുള്ളതാണ്. പക്ഷേ അതിനുപരി അല്ല, നമ്മളുടെ 20കളിലും 30കളിലും തന്നെയാണ് നമ്മളുടെ ഹെൽത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 40കളിലും 50കളിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ പ്രയോറിറ്റി എന്നാ. നമ്മുടെ ഹെൽത്തിന് നമ്മൾ ആവശ്യമായിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ നമ്മളാക്കി തീർക്കും. അതേ സമയത്ത് എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും, ഇതിന് എൻ്റെ ഹെൽത്തിനെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതൽ പെട്ടെന്ന് രോഗിയായി തീരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രധാന രോഗമാണ് ഈ ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ഈ ഡയബറ്റിക് സാധാരണ കണ്ടുവരുന്നത് ഈ ടൈപ്പ് 2 ഡയബറ്റിക്കിൻ്റെ കാര്യം ഞാൻ പറയാം. ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഈ സാധാരണ കണ്ടുവരുന്നത്? ഈ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ ഈ കാലഘട്ടത്തിലുള്ളപ്പോൾ നേരത്തെ പണ്ട് ഇതൊരു 40-50 വയസ്സുകൾ ഉള്ള ഒരു രോഗമാണെങ്കിൽ ഇപ്പോൾ 20 വയസ്സുകളിലുള്ള
യുവജനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, ഡയറ്റിലുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊരു ഏജ് ഇതിനകത്തൊരു ഫാക്ടറല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഇവർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള റിസ്ക് സാധ്യത കൂടും. ജനറ്റിക്കൽ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഡയബറ്റിക് വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയല്ല, ജനറ്റിക് ഫാക്ടർ മാത്രമായിട്ടല്ല. കൂടുതൽ ആൾക്കാരും ജനറ്റിക് പ്ലസ് ലൈഫ് സ്റ്റൈലാണ് ആൻഡ് സെഡൻറ്റ്, എസ്പെഷ്യലി ഈ ഇരുന്നുള്ള ജോലിയുള്ളവർ, അവരെയാണ് കൂടുതലും ഇത് ബാധിക്കുന്നത്. ഇപ്പോഴൊരു ക്യാപ്ഷൻ ഉണ്ട്, സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ്. അപ്പോൾ നമ്മൾ ഈ എത്ര നേരം ഇരുന്ന് ജോലി ചെയ്യുന്നു, പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ സമയം വളരെ സെഡൻഡറി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഇതിനെ അധികമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഉള്ളവർ തീർച്ചയായിട്ടും എക്സർസൈസിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തി ചെയ്തേ മതിയാവുള്ളൂ. അത് ഈ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ അതിന് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിന് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെ ഡയബറ്റീസ് ആദ്യമായി ഡയബറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഉള്ളത്, അധികമായിട്ട് ദാഹം അല്ലെങ്കിൽ അധികമായിട്ട് ക്ഷീണം വരിക, സിംറ്റംസ് ക്ഷീണം വരും, അങ്ങനെയുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് പോയി ഇത് ചെക്ക് ചെയ്യേണ്ടത്. ഫാസ്റ്റിംഗ്, ബ്ലഡ് ഷുഗർ, രാത്രിയിൽ അധികമായിട്ട് മൂത്രം പോകുക, കൂടാതെ വണ്ണം കൂടുക. ചിലവരിൽ വണ്ണം കുറയാണ്, ചിലരിൽ വണ്ണം കൂടുക. ഇത് രണ്ടും സംഭവിക്കാം. ഇൻഫെക്ഷൻസ് വരിക കൂടുതലായിട്ട്, പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു പോവുക. ഈ അവസ്ഥയിലുള്ളവരാണ് നമ്മൾ സാധാരണ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 126 മുകളിലും, ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ 200 മുകളിലും, പിന്നെ HbA1c എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് 3 മാസം നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ഒരു ആവറേജ് ആണ്. ആ ആവറേജ് 6.5 മുകളിലുമാണെങ്കിൽ ഡയബറ്റീസ് എന്നുള്ള അസുഖമുണ്ടെന്നുള്ള ഡയഗ്നോസിസ് വരും. ഇനി ചില ആൾക്കാരിൽ നമ്മൾ HbA1c നോക്കുമ്പോൾ ഒരു 5.7 മുതൽ 6.4 വരെയാണ്. ആ ലെവലിലുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് പ്രീ ഡയബറ്റീസ് എന്ന് പറയും, ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടെ. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ നല്ല കാര്യം, നമ്മൾക്കിത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു തക്കതായ സമയമാണിത്. അപ്പം ഡയറ്റിലും എക്സർസൈസിലും അധികമായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണത്. ഇൻസുലിൻ പോരായ്മ വരുന്ന കാർബ് ലോഡ് നമ്മളുടെ ഡയറ്റിൽ കൂടുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയരുടെ ആഹാരം, അപ്പം, ഇഡ്ഡലി, ചോറ് എല്ലാത്തിനകത്തും അരിയാഹാരമാണ് കൂടുതൽ. അതിനുള്ള കാർബ് ലോഡ് വളരെ കൂടുതലാണ്. അതേസമയം പച്ചക്കറി അല്ലെങ്കിൽ ഈ തവിടുള്ള അരിയിലെല്ലാം സാമാന്യം കാർബ് ലോഡ് കുറവാണ്. അപ്പം പൊറോട്ട, മൈദ ഇതിലുള്ള സാധനങ്ങളെല്ലാം എഗെയിൻ കാർബ് ലോഡ് കൂടിയ കാര്യങ്ങളാണ്. അപ്പോൾ കാർബ് ലോഡ് കൂടുന്തോറും നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ ഉണ്ടാക്കേണ്ട ആവശ്യം കൂടിക്കൊണ്ട് വരുന്നു. അപ്പം കാർബ് ലോഡ് ഓവർ ഫങ്ഷൻ ചെയ്യുന്നു. അപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ ഈ കോശങ്ങൾക്ക് ഫങ്ഷനിങ് കുറഞ്ഞ കപ്പാസിറ്റി കുറയുകയും ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് വരികയും ചെയ്യും. അപ്പം ഡയറ്റിൽ മെയിനായിട്ടുള്ള ഡയറ്റും എക്സസൈസുമാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഓഫ് ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റ്. ഒരു മരുന്ന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റീസിൽ ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഇത് രണ്ടും ചെയ്യാതെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് ഫെയിൽ ചെയ്യും. അപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കാർബ് ലോഡ് കുറഞ്ഞുള്ള ഡയറ്റ്, അതായത് 3 നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അരിയാഹാരത്തിൻ്റെ അളവ് കഴിക്കരുതെന്നല്ല, അളവ് കുറയ്ക്കുക. പലരും അരിയാഹാരം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും, അതും സേഫ് അല്ല. അളവ് കുറയ്ക്കുകയും കൂടുതൽ പച്ചക്കറി, ഇപ്പോൾ ഫിഷ്, ചിക്കനൊക്കെ വറുത്ത ഹൈ ഫാറ്റ് ഉള്ളതല്ല, ലീൻ മീറ്റ് ആയിട്ടുള്ളത്, അതൊന്നും കാർബ് ലോഡ് കൂട്ടത്തില്ല. അപ്പം നമ്മുടെ വിശപ്പടങ്ങുകയും അതേസമയം തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പം ഡയറ്റ്, എക്സസൈസ് അതേസമയം റെക്കമെൻഡേഷൻ 30 മിനിറ്റ് മോഡറേറ്റ് ടു വിഗറസ്, കുറച്ച് വിയർക്കത്തക്കാണോ ഉള്ള എക്സർസൈസ് 5 ദിവസം ഒരാഴ്ചയിലെന്നുള്ളതാണ്. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള വാക്കിംഗ് ആയിരിക്കണം. കാരണം സാധാരണ രീതിയിലുള്ള brisk വാക്കിംഗ് ആയിരിക്കണം. സാധാരണ രീതിയിൽ നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 5 ദിവസം 30 മിനിറ്റ് എന്നുള്ളതാണ് മിനിമം. ഇനി കൂടുതൽ ചെയ്താലും അതിന് പ്രയാസങ്ങളൊന്നുമില്ല. അപ്പം ഡയറ്റും എക്സസൈസുമാണ് ഡയബറ്റീസിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഫൗണ്ടേഷൻ. ഇതിൻ്റെ മുകളിൽ ഇത് സാധാരണഗതിയിൽ ന്യൂ ഡയബറ്റീസ് പേഷ്യൻ്റ് ഒരു HbA1c എന്ന് പറഞ്ഞത് 6.5 താഴെ നിൽക്കണം. ഒരു 6.57
ഉള്ള പേഷ്യൻ്റായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നതെങ്കിൽ ആദ്യം ഡയറ്റും എക്സസൈസാണ് ഞാൻ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതൊരു 3 മാസം ട്രൈ ചെയ്തതിന് ശേഷം അത് എഫക്റ്റീവ് അല്ല എന്ന് കാണുമ്പോൾ മാത്രമേ നമ്മൾ ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളൂ. പല പേഷ്യൻസും നമ്മൾ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ഗുളികകളൊന്നും ആവശ്യമില്ലാത്തവരുണ്ട്. പിന്നെ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൺട്രോൾ ഇല്ല എങ്കിൽ ഗുളികകൾ ഒരു 8-10 ഗുളികകളുണ്ട് ഡയബറ്റീസിന് വേണ്ടി തന്നെ ആയിട്ട്. അതിൽ യൂഷ്വലി നമ്മൾ ആദ്യം ഒരു ഗുളിക ട്രൈ ചെയ്ത് നോക്കും, ഇഫക്റ്റീവ് ആണോ നോക്കും. അതിലും ഒരു 3 മാസത്തിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആഡ് ചെയ്യും, അതിലും കൺട്രോൾ ഇല്ലെങ്കിൽ മൂന്നാമത്തെ ആഡ് ചെയ്യും. യൂഷ്വലി ഒരു 3 ഗുളികകളിൽ തീരെ കൺട്രോൾ ഇല്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഡയറ്റും എക്സസൈസിലും പലരും നല്ലതായിട്ട് നോക്കുമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കോശങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡയബറ്റിസ് ഓവർ ദ കോഴ്സ് ഓഫ് ടൈം അത് പ്രോഗ്രസ് ചെയ്യും. അതില്ലാതിരിക്കാൻ അത് ആ രോഗത്തിന്റെ ഭാഗമാണ്. അതായത് ഒരിക്കൽ ഈ ഡയബറ്റിക് വന്നാൽ എത്ര എക്സസൈസ് ചെയ്താലും ഏത് ഡയറ്റ് കൺട്രോൾ ചെയ്താലും ഇത് റിവേഴ്സ് ചെയ്യാൻ ഒക്കത്തില്ലെന്നാണോ പറയുന്നത്? റിവേഴ്സ് ചെയ്യാം, റിവേഴ്സ് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെങ്കിൽ ഇതിന്റെ പ്രോഗ്രഷൻ നമുക്ക് വളരെ സ്ലോ ഡൗൺ ചെയ്യാം, വളരെ രീതിയിൽ സ്ലോ ഡൗൺ ചെയ്യാം. പക്ഷേ ചില ആൾക്കാർക്ക് എപ്പോഴും എൻ്റെ അടുത്ത് പേഷ്യൻസ് ചോദിക്കാറുണ്ടോ, എല്ലാം ഞങ്ങൾ ചെയ്തല്ലോ, എന്ത് പറ്റി ഇത് കൺട്രോൾ ഇല്ലാത്ത? അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, വളരെ നല്ലത്. പക്ഷേ ഒരു സമയത്ത് ഇത് പ്രോഗ്രസ് ചെയ്യും. ആ സമയത്ത് ഇൻസുലിൻ ആവശ്യമുണ്ടത് ചെയ്തേ മതിയാവുള്ളൂ. മെഡിസിൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ആരെങ്കിലും പിന്നീട് മെഡിസിൻ നിർത്തി പഴയ അവസ്ഥയിലേക്ക് വന്നതായിട്ടുള്ള ചരിത്രങ്ങളുണ്ടോ? ചില പേഷ്യൻസ് ഉണ്ട് ഡയറ്റിൽ. കാരണം അതിൻ്റെ അർത്ഥം അവരുടെ ഡയറ്റ് ആദ്യമേ വളരെ നിയന്ത്രിതമില്ലാത്തതായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് മേജർ ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എക്സസൈസിലും ഡയറ്റിലും. അപ്പോൾ ഡെഫിനറ്റായിട്ട് റിവേഴ്സ് ചെയ്യും. പക്ഷേങ്കിൽ എപ്പോഴും അവർക്കൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് കോൺസ്റ്റന്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിത് മോണിറ്റർ ചെയ്യാതിരുന്നാൽ എപ്പോഴും 5 വർഷം കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ കണ്ടുപിടിക്കാതെ പോയാൽ ഇത് പഴയതിലും ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു കോൺസ്റ്റന്റ് മോണിറ്ററിങ്ങിൽ അണ്ടർ ഒരു സേഫ് ഫിസിഷ്യൻ്റെ മോണിറ്ററിങ്ങിൽ സേഫായിട്ട് ഇത് തീർച്ചയായിട്ടും മരുന്നില്ലാതെ കൊണ്ടുപോകാം. പക്ഷേങ്കിൽ കോൺസ്റ്റന്റ് മോണിറ്ററിങ് വേണം, ഉണ്ടായിരിക്കണം. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ചില ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ്, വളരെ കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് പിന്നെയും ഭക്ഷണം കഴിക്കാം, ഉച്ചയാവുമ്പോൾ പിന്നെയും കഴിക്കാം, ഒരു 3 മണിക്ക് 4 മണിക്ക് പിന്നെയും കുറച്ച് കഴിക്കാം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് കൂടുതൽ സമയം ഇത് കഴിക്കാം, പല പ്രാവശ്യമായിട്ട് കഴിക്കാം. അത് ഈ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുമെന്ന് പറയാം. അതിനകത്ത് വല്ല വാസ്തവമുണ്ടോ? യൂഷ്വലി നമ്മൾ ടോട്ടൽ ഡേയിലെ കാർബ് ലോഡാണ് ദ ഹോൾ ഇതിനകത്ത് കൺട്രോളിൻ്റെ കാര്യം. അപ്പം നമ്മളെ ഇപ്പം പോർഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ഹങ്കർ അല്ലെങ്കിൽ വിശപ്പിൻ്റെ പ്രയാസം വരുമ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ വേണം ഈ ഇടയ്ക്ക് കഴിക്കുന്നത്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് കുക്കുംബർ സാലഡ് അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടുള്ളത് കൂടുതലും അവോയ്ഡ് ചെയ്യാൻ പറയും. കാരണം അതിനകത്തുള്ള ഷുഗർ, ഫൈബർ ഇല്ല, ഷുഗറിൻ്റെ കാർബ് ലോഡ് എഗെയിൻ കൂടുന്നുണ്ട്. ഇപ്പോൾ 2-3 ഫ്രൂട്ട് ഇട്ടായിരിക്കും. ഫ്രൂട്ട്സ് ഡയബറ്റീസുകാരുടെ ഒരു തെറ്റായ ധാരണ, ഫ്രൂട്ട്സ് കഴിക്കാനേ പാടില്ല, പഴം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ഡയബറ്റീസ് ഉണ്ടെങ്കിലും എല്ലാ രീതിയിലുള്ള ബാലൻസ് ഡയറ്റ് ആയിരിക്കണം. അപ്പം ഒരു 5 പഴം കഴിക്കരുത്, പക്ഷെ അതേസമയം 1-2 ഒരു ദിവസം ഓക്കെ ആണ്, കഴിച്ചിരിക്കണം. കാരണം ഫൈബർ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എല്ലാം അതിൽ നിന്ന് ആവശ്യമാണ്. അതുകൊണ്ട് ഏത് ഫ്രൂട്ടാണ് നല്ലതെന്നുള്ള എപ്പോഴും കൂടെ. അപ്പം മാങ്ങ കുറച്ച് മധുരം കൂടുതലുള്ള ഫ്രൂട്ടാണ്. അപ്പം മാങ്ങ ഒരു 1/2 കപ്പ് മാങ്ങയാണ് നമ്മൾ ഒരു ഫ്രൂട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു മാങ്ങ 2-3 മാങ്ങയൊക്കെ ആയാൽ കാർബ് ലോഡ് അതുപോലെ തന്നെ കൂടും. അത് പാടില്ല, ഒരു കൺട്രോളിൽ തന്നെ കഴിക്കണം. ഇപ്പം ഡയറ്റ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് വേണം എടുക്കാനായിട്ട്. കാർബ് ലോഡ് കൂട്ടുന്ന ഓപ്ഷൻസ് കഴിവതും അവോയ്ഡ് ചെയ്യുക. ഇതിന് പ്രത്യേക ഫുഡ്, ഇതിനെ കൺട്രോൾ ചെയ്യാവുന്ന തരത്തിലുള്ള പ്രത്യേക ഫുഡ്, ഐ മീൻ ഫ്രൂട്ട്സ് ഏതെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആപ്പിള്, ഓറഞ്ച്, പഴം എല്ലാം ആകാം. ഈ ഫ്രൂട്ട് സെർവിങ്സിലാണ് കാര്യം ഇരിക്കുന്നത്. പിന്നെ വാട്ടർ മെലൺ കുറച്ചധികം, തണ്ണിമത്തൻ അധികമായിട്ട് ഷുഗർ കൂട്ടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം കഴിക്കരുതെന്നല്ല, വളരെ അളവ് കുറച്ച് കഴിക്കുക. അതേസമയം ആപ്പിൾ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നൊരു വാല്യൂ ഉണ്ട്. അതായത് ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിക്കുമ്പോൾ അത് എത്രമാത്രം നമ്മളെ ബ്ലഡ് ഷുഗറിനെ കൂട്ടുന്നു.
ഇപ്പോൾ ആപ്പിളിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏതാണ്ട് 50 വരും, പക്ഷെ അതേസമയം വാട്ടർമെലൺ ആണെങ്കിൽ തണ്ണിമത്തനാണെങ്കിൽ 100. അപ്പോൾ ഒരേ എമൗണ്ട് ഒരു സാധനം കഴിക്കുമ്പോൾ ഷുഗർ റൈസ് തീർച്ചയായിട്ടും തണ്ണിമത്തന് കൂടുതലാണ്. അപ്പം ബ്രെഡ് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഏതാണ്ട് 100 അടുപ്പിച്ച് വരും. നമ്മൾ ആലോചിക്കും ബ്രെഡ് ചെറുതല്ലേ കഴിച്ചാൽ കുഴപ്പമില്ലെന്ന്, പക്ഷെ ബ്രെഡ് അതേസമയം ചോറാണെങ്കിൽ അത്രയും ഇല്ല, ഒരു 79 എങ്ങാണ്ടേ വരുള്ളൂ. വീറ്റ് അതേസമയം 70 ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ചോറും വീറ്റും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ ഗോതമ്പിന്റെ ഒരു ഗുണം കുറച്ചുകൂടെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, അതുകൊണ്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കും, കുറച്ചുകൂടെ സ്ലോ റൈസ് ആയിരിക്കാം ബ്ലഡ് ഷുഗറിന്. അതേസമയം വെള്ളയരി പെട്ടെന്ന് കൂട്ടും, കാരണം തവിടില്ല. അപ്പം കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടവർ നമുക്ക് ആ വിശപ്പൊന്ന് മാറാനായിട്ട്. അതേസമയം കാർബ് ലോഡും കൂടും. അപ്പം ഏറ്റവും നല്ലൊരു ഓപ്ഷൻ വെജിറ്റബിൾ ആണ്, കാരണം ഇപ്പോൾ 1 കപ്പ് വെജിറ്റബിൾ കഴിച്ചാലും കാർബ് ലോഡ് വെറും 10 ഗ്രാമേ ഉള്ളൂ. അതേസമയം 1 കപ്പ് ചോറ് കഴിച്ചാൽ കാർബ് ലോഡ് 50-60 ആണ്. അപ്പം 1 കപ്പ് ചോറ് കഴിച്ചാൽ സാധാരണ ആൾക്കാർക്കൊന്നും ആവില്ല. കപ്പ് എന്ന് പറഞ്ഞാൽ 200 ml കപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 കപ്പ് കഴിച്ചാൽ ഉടനെ 120 ഗ്രാം കാർബാണ് നമ്മുടെ ലോഡ് വരുന്നത്. അതേസമയം ഒരു 2 കപ്പ് വെജിറ്റബിൾ കഴിക്കുക, ഇപ്പോൾ സാലഡായിട്ടാണെങ്കിലും തോരനായിട്ടാണെങ്കിലും കഴിച്ചാൽ ഒരു 20 ഗ്രാമോ വല്ലോ മാക്സിമം വരുള്ളൂ. അപ്പം വിശപ്പിനും കുറച്ച് ശമനം കിട്ടും, അതേസമയം കാർബ് ലോഡ് ഒക്കെ ആയും ചെയ്യാൻ പറ്റും. ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ഡയബറ്റിക്കിനെ താഴോട്ട് കൊണ്ടുവരും, നോർമലാക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നൊരിൽ സാധാരണ ഈ ഫൈബർ കൂടിയ ഭക്ഷണം ഏതൊക്കെയാണ്? അല്ല, അത് കഴിക്കുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഫൈബർ കൂടിയത് കഴിക്കുന്നതുകൊണ്ട് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? അതാദ്യം ഒന്ന് പറഞ്ഞു. ഫൈബർ കൂടിയത് കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പിന്റെ ശമനം പെട്ടെന്ന് വരും. പിന്നെ അത് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മളെ ബ്ലഡ് ഷുഗർ കൂടുന്നതും അതിൻ്റെ അളവുകൾ, ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഈ ഫൈബർ കൂടിയതിൽ കുറച്ച് കുറവാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള പദാർത്ഥങ്ങൾ കഴിക്കണം എന്നാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഫൈബർ കൂടിയത് കഴിച്ചാൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഷുഗർ പെട്ടെന്ന് കൂടുന്നതിനെ കുറച്ചൊന്ന് തടഞ്ഞ് വിശപ്പിന് ശമനം ഉണ്ടാകും. അതാണ് ഫൈബർ കൂടിയത്. ഫൈബർ കൂടി സാധാരണ മനുഷ്യർ കഴിക്കാൻ ചില ഭക്ഷണങ്ങളൊന്നും പറയാമോ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത്? ഫൈബർ കണ്ടന്റ് കൂടുതൽ ഇപ്പം ഫ്രൂട്ട് ആണെങ്കിൽ ഓറഞ്ചിനകത്തുണ്ട്, പിന്നെ ഇലക്കറികളിനകത്തൊക്കെ ഫൈബർ ഉണ്ട്. ഇപ്പം വാഴപ്പിണ്ടി അങ്ങനെയുള്ളതിലെല്ലാം ഫൈബർ അളവ് കൂടുതലാണ്. ഓട്സിനകത്ത് കാർബും ഉണ്ട് ഫൈബറും ഉണ്ട്. തീർച്ചയായിട്ടും ഫൈബർ ഇപ്പോൾ ചോറ് കഴിക്കുന്നതിലും അതിലും കൂടുതൽ ഫൈബർ ഓട്സിലുണ്ട്. എല്ലാം ഒരു ബാലൻസ്ഡ് കൺട്രോൾഡ് എമൗണ്ട്, പോർഷൻ കൺട്രോൾ ആണ് ഡയബറ്റീസിലെ ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം. അധികമായിട്ട് കാർബ് ലോഡ് ചെന്നാൽ അതിപ്പം കാലറീസ് അധികം ചെന്നാലും നല്ലതല്ല, കാരണം കാലറീസ് കൂടുതൽ വരും, വെയിറ്റ് കൂടുമ്പോൾ ഈ മുമ്പേ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. നമ്മൾ കാണപ്പെടുന്നത് ഒരു 5 കിലോ നമ്മുടെ വെയിറ്റ് സാധാരണഗതിയിൽ ഒരു 5% വെയിറ്റ്, ഇപ്പം 100 കിലോ ഉള്ള 95 കിലോ ആയാൽ തന്നെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അധികമായിട്ട് കുറയും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഗുളികയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം റെസിസ്റ്റൻസ് കുറയുമ്പോൾ എണ്ണം അത്രയും കൂട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിൻ്റെ എമൗണ്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റും. ഇൻസുലിൻ ഉള്ള ഒരു സൈഡ് എഫക്റ്റ് വണ്ണം കൂടുക എന്നുള്ളതാണ് സൈഡ് എഫക്റ്റ്. പക്ഷേ എങ്കിൽ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പം വെയിറ്റ് ഇൻസുലിൻ എടുക്കുന്നവർക്ക് അതിന് കൂടെ ടാബ്ലറ്റും കൂടെ ചില കൊടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ 3 ടാബ്ലറ്റ് കഴിയുമ്പോൾ ചില അവർക്ക് അത് കൺട്രോൾ ഇല്ലേ, നമ്മൾ ഇൻസുലിൻ ആ സമയം സ്റ്റാർട്ട് ചെയ്യും. ചില ആൾക്കാരിൽ ഈ ഇപ്പം മെറ്റ്ഫോർമിൻ എന്നൊരു മരുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാനൊരു പേഷ്യൻറ്റിന് ഇൻസുലിൻ പ്ലസ് മെറ്റ്ഫോർമിൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് എനിക്കൊരു 10 യൂണിറ്റോളം കുറയ്ക്കാൻ സാധിക്കും. കാരണം റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന ഒരു എഫക്റ്റ്. ഇൻസുലിൻ ഹോർമോണിന് പകരമുള്ളതാണ്, പക്ഷേ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും കൂടെ ചെയ്താൽ എസ്പെഷ്യലി വെയിറ്റ് മാനേജ്മെൻറ്റിനും മെറ്റ്ഫോർമിൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ വെയിറ്റും കുറയാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ കൊടുക്കുന്ന ഇൻസുലിൻ്റെ ഡോസ് വളരെയധികം കുറയ്ക്കാം. പല മരുന്നുകൾ അത് വേറെ ഉള്ളത് ഇപ്പം ഗ്ലിമിപ്രൈഡ് അല്ലെങ്കിൽ സൾഫളൈൻ യൂറിയ ഗ്രൂപ്പാണ്. അതാണെങ്കിൽ ഉള്ള കോശങ്ങളെ കുറച്ചുകൂടി ഇൻസുലിൻ ഉണ്ടാക്കാൻ സഹായിക്കും, ഉത്തേജിപ്പിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസുലിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് വരാം. പിന്നെ ചില ആൾക്കാരിൽ നമ്മൾ കാണുന്നത് ഗുളികകൾക്ക് വലിയ എഫക്റ്റ് ഇല്ല, ഇൻസുലിൻ തന്നെ വേണം. ഉദാഹരണം ടൈപ്പ് 1 ഡയബറ്റീസുകാർ, ടൈപ്പ് 1 ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ളൂ. അവർക്ക് അത് യഥാസമയം കൃത്യമായിട്ട് എടുക്കാതെ വേറെ അതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ്. ഇതിനുപയോഗിക്കുന്ന ടാബ്ലറ്റുകൾ ഈ ശാരീരികമായിട്ട് മറ്റ് ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതായത് ഈ ടാബ്ലറ്റ്
കൂടുതലായിട്ട് എടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ കിഡ്നി ഫങ്ഷൻ പോകും, അല്ലെങ്കിൽ ലിവറിൻ്റെ ഫങ്ഷൻ പോകും. ഇങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ ചിലരൊക്കെ നടത്തുന്ന കേട്ടിട്ടുണ്ട്. അതിനകത്ത് വല്ല വാസ്തവമുണ്ടോ? കൂടുതലും സംഭവിക്കുന്നത് ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം കണ്ണിൻ്റെ റെറ്റിന ഈ ഞരമ്പുകളെ ബാധിക്കും. ഞരമ്പുകൾ മെയിനായിട്ട് ബാധിക്കുന്നത് കണ്ണിൻ്റെ റെറ്റിനയിലുള്ള ഞരമ്പുകൾ, അല്ലെങ്കിൽ നമ്മളുടെ കാലുകളിലുള്ള ഞരമ്പുകൾ ബാധിക്കും. കൂടാതെ കിഡ്നി എന്ന അവയവത്തെയും ബാധിക്കും. അപ്പം അൺകൺട്രോൾ ഡയബറ്റീസ് ആണ് കിഡ്നിയെ ബാധിക്കുന്നത്, ഗുളികകളല്ല. അപ്പോൾ ഗുളികകൾ കഴിക്കാത്ത ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുളികകൾ ആവശ്യത്തിന് ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാതെ ചിലപ്പോൾ ഗുളിക കഴിക്കുന്നവരുണ്ട്. അവർ വർഷത്തിലൊരിക്കലോ അല്ല 2 വർഷത്തിലൊരിക്കലോ ആയിരിക്കും ഡോക്ടറെ കാണുന്നത്. അപ്പോൾ അവരുടെ ഡയബറ്റീസിൻ്റെ കൺട്രോള് നമുക്ക് ഒരു രീതിയിലും അസസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കിഡ്നിയുടെ ഫങ്ഷനിങ് അബ്നോർമാലിറ്റി വരും. അങ്ങനെയാണ് കിഡ്നി അഫക്റ്റഡ് ആവുന്നത്. ഗുളികകളല്ല കിഡ്നി അഫക്റ്റ് ആകുന്നത്. പിന്നെ കിഡ്നി അഫക്റ്റഡ് ആയാൽ പല ഗുളികകളും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കിഡ്നിയുടെ ഫങ്ഷനിങ് കുറയും തോറും ഈ ഗുളികകൾ നമ്മളുടെ ശരീരത്തിലുള്ള അളവ് കൂടുകയും അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. അതിനാൽ കിഡ്നി പ്രോബ്ലം ഉള്ളവരിൽ നമ്മൾ വളരെ സേഫായിട്ടുള്ള ഗുളികളെ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഈ ഗുളികകൾ കൊണ്ട് എന്നാലുണ്ട് മെറ്റ്ഫോർമിൻ എന്ന ഗുളികയ്ക്ക് ചെറിയ വയറ്റിൽ ഇപ്പം വയറുവേദന ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ ഗുളിക മാറ്റി അതിന് പകരം ഒരു ഗുളിക. അൾട്ടിമേറ്റ് നമ്മുടെ ഗോള് ഈ HbA1c കഴിവതും ഒരു 6.57, ബ്ലഡ് ഷുഗേഴ്സ് ഫാസ്റ്റിംഗ് ആണ് 130 താഴെയും, ആഫ്റ്റർ ഫുഡ് 180 താഴെയും നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഗോള്. ഈ ഗോള് ഏത് രീതിയിൽ എത്തുന്നു എന്നുള്ളത് ഡയറ്റ് ആകാം, എക്സസൈസ് ആകാം, മരുന്നുകളാകാം, ഇൻസുലിൻ ആകാം. എങ്ങനെ ഈ ഗോളിൽ എത്തുന്നു എന്നുള്ളത് നെക്കാട്ടിലുപരി ഈ ഗോൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. 3 മാസം കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് റെജിമെൻ ഓരോ പേഷ്യൻറ്റിന് ഇൻഡിവിജ്വലായിട്ട് മാറ്റണം. പല പേഷ്യൻ്റ് നമ്മളാണ് ഒരേ രീതിയിലുള്ള ഒരേ ഗുളിക 2 ആൾക്കാരിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചിലർക്ക് സൈഡ് ഇഫക്റ്റ് കാണും, ചിലർക്ക് സൈഡ് ഇഫക്റ്റ് കാണില്ല. അപ്പോൾ ഒരാൾക്ക് പറ്റിയ രീതിയിലുള്ള പേഴ്സണലൈസ്ഡ് കെയർ കൊടുക്കാനെന്നുള്ളതാണ് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഉദ്ദേശം. ഡോക്ടറെ, ഈ ഡയബറ്റിക് ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ? ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾക്കുള്ളൊരു ക്രോണിക് ഡിസീസാണ്. അപ്പോൾ പനി വരുന്നത് പോലെയോ 10 ദിവസം കൊണ്ട് ഒരു ഗുളിക കഴിച്ചാൽ മാറാവുന്നതല്ല. ഇത് നമ്മൾക്കൊരു ഡയഗ്നോസിസ് വന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് അതൊരു അതുമായിട്ട് നമ്മുടെ ഡയറ്റ്, എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ ഗുളികകൾ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ രോഗികളിൽ കാണുന്നത് അവർക്കൊരു മടുപ്പ് തോന്നും. കാരണം പല ഇഞ്ചെക്ഷൻസ് കാണും, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ഗുളികകൾ കാണും. ഇപ്പോൾ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോകാൻ നേരത്തെ ഷുഗർ കൂടുന്നതാണ്. അപ്പം പല രീതിയിലും ഇത് പേഷ്യൻസിൻ്റെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യും. അപ്പം പലപ്പോഴും പേഷ്യൻസിന് വരുമ്പോൾ നല്ലതായിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത ഒരാൾ സഡൻലി ഒരു 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ അവർ ഷുഗർ കൺട്രോൾ ഇല്ല. അപ്പം നമ്മൾ കൂടുതൽ വയ്ക്കുമ്പോൾ അവർക്ക് ഡിപ്രഷൻ സിംറ്റംസ് ഒന്നുമില്ല, അവർ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേങ്കിൽ ഷുഗറിൻ്റെ കൺട്രോൾ വരുന്നില്ല. അങ്ങനെ ചോദിച്ചറിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും ഗുളിക കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. അപ്പോൾ യൂഷ്വലി ഞങ്ങൾ ഈ ഡയബറ്റിസ് ഡിസ്ട്രസ് അല്ലെങ്കിൽ ഡയബറ്റിസ് കാരണം മനസ്സിനുണ്ടാകുന്ന ഒരു തരം മടുപ്പ് അതിന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനുള്ള കാരണങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഒന്നെന്ന് പറഞ്ഞാൽ ഈ റെജിമെൻ 4 ഗുളിക അല്ല 5 ഗുളിക 5 കുത്തിവെപ്പ് ഇത് വരുമ്പോഴത്തേക്ക് മനസ്സ് മടുക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവിയിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, എൻ്റെ കിഡ്നിക്ക് ഇതിനെ ബാധിക്കുമോ, എൻ്റെ കണ്ണിനെ ബാധിക്കുമോ, ഇപ്പോൾ ഓവർ സ്ട്രെസ്, ഈ ഭാവി ആങ്സൈറ്റി അബൌട്ട് ഫ്യൂച്ചർ, ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, ഡയാലിസിസ് വരുമോ എന്നൊക്കെയുള്ള ചിന്ത. മൂന്നാമതായിട്ട് എൻ്റെ ഫാമിലിക്ക് ഞാനൊരു ബേർഡൻ ആണോ എന്നൊരു ചിന്ത. ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ ബേർഡൻ അധികമായിട്ട്. അപ്പോൾ ഈ കാരണങ്ങൾ വളരെ നാച്ചുറലായിട്ട് തന്നെ ആരെ വേണമെങ്കിലും ബാധിക്കാം. അപ്പോൾ ഇത് വരുമ്പോഴാണ് യൂഷ്വലി ഡയബറ്റിസ് ഡിസ്ട്രസ്. കാരണം അവർ ബാക്കി കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ ഡയറ്റിൻ്റെ കാര്യത്തിൽ അവർക്കൊരു മടുപ്പ് തോന്നുന്നു. ഇത് യഥാർത്ഥമായ കാര്യമാണ്. ഒരു ഡോക്ടർ എന്ന രീതിയിൽ മനസ്സിലാക്കുകയും അതിന് തക്കതായിട്ടുള്ള ചികിത്സയും കൊടുക്കുകയും വേണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ശരിയാണ്, ഇത് ജീവിതകാലം മുഴുവനുള്ള അസുഖമാണ്, എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് ചിന്തിക്കാതിരിക്കുക.
ഡയബറ്റിക്കോടുകൂടെ നോർമലായിട്ട് നിങ്ങളുടെ ജീവിതം നയിപ്പാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇവരുടെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഡയറ്റും എക്സസൈസും എല്ലാം കൂടെ അവരെ ആ ബേർഡൻ കൂട്ടാതെ നമുക്ക് ഇപ്പം ഒരു കൺട്രോൾ ഇല്ലാത്ത, ഏറ്റവും കൂടുതൽ കൺട്രോൾ ഇല്ലാത്ത ഒരവസ്ഥ ഒരു ഗോൾ എന്ന രീതിയിൽ മാനേജ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ ചിലപ്പം ഒന്നിലും കൺട്രോൾ ഇല്ലാതെ പോകും. പിന്നെ മൂന്നാമതായിട്ട് ഫാമിലിയുടെ സപ്പോർട്ട്. പിന്നെ അല്ലാതെ മറ്റിതുപോലെ ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ടൈപ്പ് 1 ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലുള്ള മറ്റു കുട്ടികൾ ഇത് ടൈപ്പ് 1കാർക്കും അധികമായിട്ട് കാണും. കാരണം ഒരു 25 വയസ്സുള്ള കുട്ടി 4 ഇഞ്ചക്ഷൻ എടുക്കുന്നു. അവരുടെ ഫ്രണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ജീവിതശൈലി പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അതിൽ മടുപ്പ് തോന്നും. അപ്പം അങ്ങനെയുള്ള ആ സ്ട്രെസ്സുകളെയൊക്കെ നമ്മൾ സംസാരിച്ചും അവരുടെ കൂടെ, ഈ രോഗത്തിൽ അവരുടെ കൂടെ നടക്കാനും ഒരു ഡോക്ടർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ എന്നുള്ള രീതിയിൽ മരുന്ന് കൊടുത്തുള്ള ഒരു ചികിത്സ മാത്രമല്ല ഇതിനാവശ്യം. അവരുടെ മാനസികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ തക്കവണ്ണം അല്പം കൗൺസിലിംഗ് കൊടുക്കണം. അതോടൊപ്പം നമുക്ക് അവർക്ക് കുറച്ച് സപ്പോർട്ട് കൊടുക്കണം. അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു നല്ല ഹോപ്പ് കൊടുക്കണം. നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്ന് ഉള്ളൊരു ചികിത്സാ രീതിയാണ് ഇതിനാവശ്യമായിരിക്കുന്നത്. ഡോക്ടറെ, ഇത്രയും നേരം ഈ നമ്മുടെ ഇടയിലെ ആൾക്കാർക്ക് സാധാരണ ഉള്ള ഒരു അസുഖം ഡയബറ്റിക് എന്ന് പറയുന്ന ആ അസുഖത്തെക്കുറിച്ച് ഇത്ര വിശദമായിട്ടും വളരെ വ്യക്തമായിട്ടും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഡോക്ടർ കാണിച്ച മനസ്സിന് വളരെ നന്ദിയുണ്ട്. ഇത് അനേകർക്ക് പ്രയോജനപ്പെടും എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുക അത്രേ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച് ഡോക്ടറെ. താങ്ക് യു അച്ഛാ.